ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് വെള്ളക്കാന്താരി. വെള്ളക്കാന്താരി ഉപ്പിലിട്ടതും നെല്ലിക്കയുടെ കൂടെയും നാരങ്ങയുടെ കൂടെയും ലൂവിക്കയുടെ കൂടെയും എല്ലാം ഉപ്പിലിട്ട് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ഞെരടി അതിന് വിത്തോടു കൂടി തന്നെ ഞെരടി കഴിക്കണം, നെല്ലിക്കയുടെ കൂടെയും നാരങ്ങയുടെ കൂടെയൊക്കെ, എന്നാൽ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഇനി ഈ വെള്ളക്കാന്താരിയിൽ നിറയെ പഴുത്ത് കിടക്കുക, നിറയെ പച്ചയുണ്ട്, പഴുത്തതുണ്ട്, ഉണങ്ങിയതുണ്ട്. ഉണങ്ങാൻ പാകമായതാണ് മിക്കതും. ഇത്തവണ ഞാനെല്ലാം ഉണക്കി എടുക്കാൻ വേണ്ടി തന്നെ കണക്കൂട്ടിയാണ് എല്ലാം പഴുപ്പിച്ചത്. ഒരുപാട് വിത്ത് ഞാനെടുത്ത് പഴുപ്പിച്ച് തൈയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വിത്ത് ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പറിച്ച് വയ്ക്കണത്. ഇപ്പോൾ ശരിക്കും കണ്ടോ, ആ ചെടിയിൽ നിന്ന് തന്നെ എല്ലാം പഴുത്ത് ഉണങ്ങി വന്നുകൊണ്ടിരിക്കുക. നിറയെ എല്ലാം പഴുത്തു. ഒരെണ്ണം പോലും ശരിക്കും പറഞ്ഞാൽ പഴുക്കാത്തതായിട്ടില്ല. ഞാൻ പഴുക്കാത്തതെല്ലാം കറിക്കെടുക്കും. പഴുപ്പിച്ച് വെച്ചേക്കണതെല്ലാം ഉണക്കി വിത്തിനായിട്ട് എടുത്ത് വെക്കണം. വെള്ളക്കാന്താരിയുടെ ഇലകൾക്ക് സാധാരണയായിട്ട് വരുന്നത് മുരടിപ്പ് രോഗമാണ്. പിന്നെ നീരൂറ്റി കുടിക്കുന്ന ഒരു തരം പ്രാണി. ഇവരെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പച്ചക്കാന്താരി, വെള്ളക്കാന്താരി, കാന്താരി മുളക് തന്നെ നല്ലപോലെ അരച്ചിട്ട് അത് അടിച്ചു കൊടുത്താൽ ലോഷനും കൂടി ചേർത്ത് അടിച്ചു കൊടുത്താൽ ഈ പ്രാണികളൊക്കെ പോകും. പിന്നെ ഞാൻ പറിക്കുന്നതിന് ചേച്ചി വന്നിട്ട് മോളെ എനിക്ക് അതിൻ്റെ തൈ തരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ചേച്ചി തൈ ഞാൻ കൊടുക്കാൻ തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഓക്കെ പറഞ്ഞു. അവിടുന്ന് വേഗം പറിച്ചെടുത്തേണ്ട വേഗം വീട്ടിലേക്ക് പോയി. ചേച്ചി തരാമെന്നൊക്കെ വീട്ടിലേക്ക് പോയി. പുള്ളിക്കാരത്തി എനിക്ക് കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഇത് പച്ചക്കാന്താരിയുടെ തൈയാണിത്. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ തന്നെ മാറ്റി നടാൻ വിചാരിച്ച് വെച്ചേക്കാം. നിറയെ മുളച്ചിട്ടുണ്ട്. പച്ചക്കറി കടയിൽ നിന്ന് പോയി കഴിയപ്പോൾ അവിടെ പാത്രത്തിൽ വെച്ചാൽ പഴുത്തത് കൊണ്ടുവന്ന് ഞാൻ നട്ടുപിടിപ്പിച്ചത് പാകിയതാണ്. എല്ലാം പിടിച്ചു കിട്ടി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.